ഹലോ, ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ വെണ്ടയ്ക്ക മീൻകറി വെക്കുന്ന പോലെ വെക്കുകയാണ്. അപ്പോൾ ഈ വലിപ്പത്തിൽ വെണ്ടയ്ക്ക കഴുകി നമ്മൾ അരിഞ്ഞ് എടുക്കണം. അരിഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ച് വെച്ചിരിക്കുകയാണ്. കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ഉപ്പും എല്ലാം ചേർക്കുന്ന സമയത്ത് ഞാൻ എത്ര അളവെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം. ചട്ടി ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ആ വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആകുന്നതിന് മുമ്പുള്ള പരുവം, കൊഴുപ്പ് നല്ലതുപോലെ മാറുന്ന പരുവം വരുന്ന വറുത്ത് കോരിയെടുക്കാം. ഈ പരുവം മതി. ഇനി നമുക്ക് കോരിയെടുക്കാം. ഏകദേശം എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്, കൊഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. എല്ലാ പുറവും തിരിച്ചിട്ട് ഞാൻ നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ പരുവം പോലെ ആയിട്ടുണ്ട്. അങ്ങ് അറ്റം ഫ്രൈ ആയി പോകണ്ട. ഈ പരുവത്തിൽ നമുക്കിനി അത് കോരിയെടുക്കാം. ഈ പരുവം മതി. ഈ പരുവത്തിൽ കോരിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടു താളിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇത് കടുതാളിപ്പ് റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില എല്ലാം ചേർന്ന കടുതാളിപ്പ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണയിൽ ചെറുതായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിട്ട് നമ്മൾ ഇളക്കണം. എന്നിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയെ ഞാൻ ചേർക്കത്തുള്ളൂ. അത് മതി നമുക്ക്. അത് ചേർത്ത് നമ്മൾ അത് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് പാകമാകുമ്പോഴേക്കും നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പുളി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ അല്പം ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് വെന്ത് പുളിയെല്ലാം നല്ല വൃത്തിയായിട്ട് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാവൂ. വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്യുക. ആ ഫ്ലെയിമിൽ നിന്ന് തന്നെ, ആ ചൂടിൽ നിന്ന് തന്നെ വെണ്ടയ്ക്ക വെന്ത് കിട്ടും. വെണ്ടയ്ക്ക വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഇതേ നമുക്ക് അടിപൊളി പാകമായിട്ടുണ്ട്. വെന്തവിഞ്ഞിട്ടൊന്നുമില്ല. ഒരല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓഫ് ചെയ്തു മൂടി വയ്ക്കാം. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കണം. ഒരെണ്ണം പോലും വെന്തുടഞ്ഞു. ഇത് വെണ്ടയ്ക്ക മീൻകറി പോലെ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഒരു ശകലം പോലും ഉടഞ്ഞിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കാണും വരെ ബായ്.